പോലീസിനെ കണ്ട് MDMA പാക്കറ്റ് വിഴുങ്ങിയ ആൾ മരിച്ചു. കോഴിക്കോട് മൈക്കാവ് സ്വദേശി ഇയാടൻ ഷാനിദാണ് മരിച്ചത്. വിഴുങ്ങിയ MDMA പാക്കറ്റ് വയറ്റിൽ കിടന്ന് പൊട്ടിയെന്നാണ് സംശയിക്കുന്നത്. എൻഡോസ്കോപ്പിയിൽ വയറ്റിൽ വെളുത്ത തരികൾ അടങ്ങിയ കവറുകൾ കണ്ടെത്തിയിരുന്നു. പ്രതി സ്ഥിരമായി ലഹരി വിൽപ്പന നടത്തുന്നയാളാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകുന്നുണ്ട്. സമീർ, ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഭയന്ന് വിരണ്ടോടിയ ശേഷമാണല്ലോ ഇയാൾ MDMA 2 പാക്കറ്റുകൾ വിഴുങ്ങിയത്. പോലീസ് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ജി കെ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ പരിശോധന നടന്നു വരികയായിരുന്നു. താമരശ്ശേരി അമ്പായത്തോട് ഭാഗത്താണ് പോലീസിന്റെ പരിശോധന നടന്നു വന്നിരുന്നത്. ആ വേളയിലാണ് പോലീസിനെ കണ്ട ഉടൻ ഈ യുവാവ് കയ്യിൽ ഉണ്ടായിരുന്ന 2 പാക്കറ്റ് MDMA വിഴുങ്ങുകയായിരുന്നു. അത് സിപ്പ് ലോക്ക് കവറായിട്ടുള്ള 2 പാക്കറ്റുകളായിരുന്നു. അത് അങ്ങനെ തന്നെ വിഴുങ്ങുകയാണ് ചെയ്തത്. പിന്നീട് പോലീസിനോട് ഈ വ്യക്തി ഇക്കാര്യം പറയുകയും ചെയ്തു. വിഴുങ്ങിയത് MDMA ആണ് എന്ന് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും യുവാവിനെ കൊണ്ടുവന്നത്. അത് MDMA പുറത്തെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ്. അല്ലായെങ്കിൽ വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാകും, മരണം വരെ സംഭവിക്കാം എന്നുള്ള ആ ഒരു പശ്ചാത്തലത്തിലാണ് വളരെ വേഗത്തിൽ അത് പുറത്തെടുക്കാനുള്ള ശ്രമമായിക്കൊണ്ട് പോലീസ് മുന്നോട്ട് പോയത്. എന്നാൽ ദാരുണമായ സംഭവം ഉണ്ടായി. ഈ യുവാവിന്റെ മരണം സംഭവിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചുകൊണ്ടാണ് യുവാവിന്റെ മരണം സംഭവിച്ചത്. മൈക്കാവ് സ്വദേശിയായിട്ടുള്ള ഷാനിദ് എന്ന 27-കാരനാണ് മരിച്ചിരിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള 3 കേസുകൾ ഈ യുവാവിനെതിരെ ഉണ്ട്. MDMA അതുപോലെ തന്നെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള NDPS കേസുകളാണ് ഉള്ളത്. അത്തരത്തിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്ന ഒരു യുവാവാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി വിഭാഗത്തിലാണ് മൃതദേഹമുള്ളത്. വൈകാതെ തന്നെ മെഡിക്കൽ കോളേജിലുള്ള ഈ മോർച്ചറിയിലേക്ക് മാറ്റും. തുടർന്നായിരിക്കും ഇൻക്വസ്റ്റ് നടപടികളും തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികളും ഉണ്ടാവുക. നമുക്കറിയാം MDMA പോലുള്ള അതിമാരകമായിട്ടുള്ള രാസലഹരി അകത്ത് ചെന്ന് കഴിഞ്ഞാൽ, ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിലെ ഒരു ഒടുവിലത്തെ ഉദാഹരണമായി ഈ ഷാനിദിന്റെ സംഭവം മാറുകയാണ്. ഈ പോലീസിനെ കാണുമ്പോൾ പലരും ഈ മയക്കുമരുന്നും അതുപോലെ തന്നെ MDMA തന്നെ വലിച്ചെറിയും. അങ്ങനെയാണെങ്കിലും അവർക്ക് രക്ഷപ്പെടാം. പക്ഷേ ഇത്തരത്തിൽ വിഴുങ്ങുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ പ്രത്യാഘാതങ്ങളാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വരുന്നത്. ഏതായാലും ഷാനിദിന്റെ മരണം സംഭവിച്ചിരിക്കുന്നു. ഇത്തരം ഉപയോഗിക്കുന്നവരും അതുപോലെ ഇത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നവരുമൊക്കെ വളരെയേറെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ പോലീസ് പിടിക്കപ്പെടുകയാണെങ്കിൽ വിഴുങ്ങിയാൽ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്ത് എന്താണ് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഷാനിദിന്റെ മരണത്തിലൂടെ പുറത്തു വരുന്നത്. ജി കെ